വർഷത്തിൽ ഒന്നോ രണ്ടോ പടം മാത്രമേ ചെയ്യൂ. അവ തകർത്തോടുകയും ചെയ്യും. വാങ്ങുന്ന പ്രതിഫലം കേട്ടാൽ ഞെട്ടിപ്പോകും. ആ യുവനടൻ ഇനി സഞ്ചരിക്കാനുള്ളത് ബഹുദൂരങ്ങളാണ്. മുന്നിലിരിക്കുന്ന ആരാധക സഹസ്രങ്ങളോടായി ആ നടൻ ഇങ്ങനെ പറഞ്ഞു. തന്റെ കുട്ടിക്കാലത്ത് വിശപ്പായിരുന്നു സഹയാത്രികൻ എന്ന്. ധനുഷിന്റെ പുതിയ പടമായ ഇഡ്ഡലിക്കടയുടെ പിന്നിലെ ജീവിതം അത് തന്റേത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ കോടികൾ വിലമതിക്കുന്ന ആർഭാട ജീവിതത്തിൽ നിന്നും ഓർമ്മയുടെ മിന്നൽ പിണരിലേറി ധനുഷ് തന്റെ കുട്ടിക്കാലത്തേക്ക് പോയി. ഇഡ്ഡലിക്കട അത് ജീവിതത്തിന്റെ സർവസുഗന്ധങ്ങളും പേറുന്ന ഒരു പുതിയ ചിത്രമാണ്. മുൻപൊരിക്കലും കാണാത്ത പ്രമേയത്തിലൂടെ സിനിമയെ ജീവിത സുഗന്ധിയുള്ളതാക്കി തീർക്കും എന്നത് ഉറപ്പാണ്. പ്രശസ്ത സംവിധായകനായ കസ്തൂരി രാജയുടെ മകനായ ധനുഷ് എങ്ങനെ പട്ടിണി കിടന്നു എന്ന ചോദ്യത്തിന് സംവിധായകൻ എന്ന നിലയിലേക്ക് അച്ഛൻ ഉയരുന്നതിന് മുന്നേ വരെ കുടുംബം അതിശക്തമായ ദാരിദ്ര്യത്തിലായിരുന്നു എന്നാണ് ധനുഷ് പറഞ്ഞത്. ദാരിദ്ര്യം ഒരു ശാപമല്ല, അതൊരു പാഠ്യശാലയാണ്. അവിടെ പഠിച്ചു കയറി വന്നവൻ ജീവിതത്തിൽ ക്വാളിഫൈഡ് ആകും സമയമാകുമ്പോ. ശരിയല്ലേ?